ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞ് ട്രിപ്പ് വന്നായിരുന്നു കേട്ടോ, ഒരു 2 ദിവസത്തെ ട്രിപ്പ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. വരുന്ന വഴിക്ക് ഞാൻ കുറേ എടുത്തായിരുന്നു, പക്ഷേ ആ ക്ലിപ്പൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ കാണാനില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് എന്ന് പറയുന്നത്. സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എയർബിഎൻബിയിലായിരുന്നു കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തുള്ള ബാൽക്കണിയിലുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ ഞങ്ങൾ പോയ സമയത്ത് ആക്ച്വലി സീസൺ ടൈമൊന്നും അല്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പുറത്താണെങ്കിൽ ഒരു 10 മണി തൊട്ട് ഭയങ്കര വെയിലും ചൂടുമായിരിക്കും. പക്ഷെ നമ്മൾ തണലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെയിലടിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്നാൽ ഒടുക്കത്തെ തണുപ്പായിരിക്കും. നല്ല തണുപ്പായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ കയറി നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലൊരു തണുപ്പായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് നമ്മൾ വിചാരിച്ചു രാത്രി ഇന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട് അവിടെയായിരുന്നു കേട്ടോ. സോ അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ പോയി കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ സത്യത്തിൽ നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞ് വീഡിയോ എടുത്തത്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാത്രിയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹുഡീസൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങിയത്. തണുപ്പ് കൊണ്ട് തന്നെ ഞാൻ ഫേസ് ഒന്നും കഴുകാതെ തന്നെ ഉറങ്ങിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അത്രമാത്രം ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഐലൈനറൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇത് സ്ലീപ്പ് പ്രൂഫാണ് കേട്ടോ ഗൈസ്, സ്ലീപ്പ് പ്രൂഫ്. ഒട്ടും തന്നെ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പുറത്തോട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഇതാണ് മേരാ ഹസ്ബൻഡ്, അതായത് മിസ്റ്റർ പൊന്നപ്പൻ. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ കുറേ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഷർട്ട് വേണോ ഈ ഷർട്ട് വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ബാൽക്കണിയിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ തലേന്ന് കണ്ടില്ലേ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഊട്ടിയിൽ തന്നെ പക്കാ ഒരു വില്ലേജിലായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. ശരിക്കും അവിടെ തന്നെ ഒരു ട്രഡീഷണൽ ഹോം ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇതേപോലെ ഒരു വീട് കണ്ടിട്ടില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതിനകത്തോട്ട് കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ ഈ പുറത്താണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു, ഈ സമയത്ത് നല്ല ചൂടായിരുന്നു. പക്ഷെ അകത്താണെങ്കിൽ ഭയങ്കര തണുപ്പ്, ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവരുടെ വീടിൻ്റെ അകം എന്ന് പറയുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു വീട്ടിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ. അത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ അവരെ ഈ വീട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിലാണെങ്കിൽ ഭയങ്കര ഒരു എസ്തറ്റിക് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് വൈബ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കെയിലിംഗ് ബേബി ആണെങ്കിൽ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഫ്ലോറിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ നമ്മൾ വീടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. പുറത്താണെങ്കിൽ ഭയങ്കര വെയിൽ, നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അകത്താണെങ്കിലോ ഭയങ്കര തണുപ്പും. നമ്മൾ എ സിക്കകത്തൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ, എ സിക്കകത്ത് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ തണുപ്പാണ് കേട്ടോ അതിനകത്ത്. അത് മാത്രമല്ല അവരാണെങ്കിൽ ആ വീട് അതേപോലെ നീറ്റാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഓരോ കോർണറിലാണെങ്കിലും അതുപോലെ അവർ നീറ്റായിട്ടായിരുന്നു അവരതിനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. അവരുടെ തറവാടാന്നാണ് പറഞ്ഞത്. അതിൽ കണ്ടൊരു റൂമാണ് കേട്ടോ ഇത്. ഈ റൂമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ടൊരു റൂം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നമ്മൾ ശരിക്കും ഞാൻ ഇങ്ങനത്തെ വീടൊന്നും ഈ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെയുള്ള വീടൊന്നും. ആൻഡ് ഈ ഒരു റൂമാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാൽക്കണി ഇങ്ങനെയായിരുന്നു കേട്ടോ വ്യൂ ഉണ്ടായിരുന്നത്. ഭയങ്കര കംഫേർട്ടായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഇത് അവരുടെ ബാക്ക് സൈഡാണ് വരുന്നത്. ബാക്ക് സൈഡാണെങ്കിലും വീടിൻ്റെ സൈഡാണെങ്കിലും എല്ലാം അവിടെയുള്ള വീടുകളിലേക്ക് പ്രത്യേകതയാണ്. ഭയങ്കര നന്നായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒട്ടും തന്നെ അവിടെ ഇവിടെ അനാവശ്യമായിട്ട് ഒരു സാധനം പോലും ഇല്ല. ഉള്ളതെല്ലാം അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്ത ഫുഡായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉഴുന്നുവടയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ ഞാനായിട്ട് കുറേ സംസാരിച്ചു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളവിടെ ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു. പക്ഷെ ഞാൻ കുറേ വീഡിയോസ് എടുത്തായിരുന്നു, പക്ഷെ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഷോർട്സിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ, ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുത്ത ഒറ്റ വീഡിയോ പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ ഒന്നും ഇടാനായിട്ടുള്ള ക്ലിപ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കണ്ട കുറച്ച് കയ്യിലുള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ഉണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഇത്, അവിടെയുള്ള എന്തോ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ എല്ലാം കൂടെ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ബോട്ടിൽ വർക്ക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എല്ലാത്തിനും നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 3000 എബോവ് ഒക്കെയാണ് എല്ലാം വരുന്നത് അതിൻ്റെ പ്രൈസൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല
നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്സിനൊക്കെ തന്നെ ഏകദേശം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1500 എബോ ആണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ വരച്ച കുറേ പെയിൻറ്റിങ്സ് വെറുതെ ഒരു ഉപകാരമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവരായിരുന്നെങ്കിൽ എന്ന് എനിക്ക് അപ്പോഴൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ട് ഇല്ലാതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സിൽവർ ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ. പ്യുവർ സിൽവർ ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു 5000 6000 ആയിരുന്നു ഇയറിങ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വലിയ പെൻഡൻറ്റ് വരുന്നതൊക്കെ 12,000 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഈ ഒരു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചീസ് കേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു വീഡിയോ ഷോർട്സ് ആയി ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം വാങ്ങി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ, അങ്ങനെ ഓർത്തതല്ല. ചീസ് കേക്ക് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ഡെസേർട്ട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ചീസ് കേക്ക്, പിന്നെ ഈ ഒരു പുഡിങ്, അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഏതും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹോണസ്റ്റ് ആയിട്ടുള്ള എനിക്ക് എന്താണോ ഫീൽ ചെയ്ത് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പിന്നെ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചൂടെ, നല്ലത് പറഞ്ഞൂടെ എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്തത് ഫുഡ് ബ്ലോഗിങ് അല്ലല്ലോ, അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കണ്ടൊരു ഡോളാണിത്. ഇത് കണ്ണമ്മ ഡോൾസ് അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ പേര്. ഇതാണെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയുള്ളൊരു ഇന്ത്യൻ ആയിട്ടുള്ളൊരു ഡോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു. 300 റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കും ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് അത് വർത്തായിരിക്കും. പക്ഷേ ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അടുത്തുള്ളൊരു ഗാർഡൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയ സമയത്ത് സീസൺ ടൈം അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ കുറവായിരുന്നു. സീസൺ ടൈമിൽ പോവുകയാണെങ്കിൽ കുറേ ഫ്ലവേഴ്സ്, ഇവിടെ മൊത്തം ഫ്ലവേഴ്സ് ആയിരിക്കും എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ കണ്ടൊരു സംഭവമായിരുന്നു ഇത് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അവരുടെ ആ ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്കൊരു കൊട്ടയൊക്കെ തലയിലും ബാക്കിലൊക്കെ അവർ തൂക്കി തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അവരെ എല്ലാവരും കളിയാക്കിയിരുന്നു. പക്ഷേ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ വെച്ചു. ഞാൻ മാത്രം കേട്ടോ ട്രൈ ചെയ്തത്. പക്ഷേ എല്ലാവരും അവിടെ നിന്ന് കളിയാക്കിയിരുന്നു, ഒരുമാതിരി നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ശരിക്കും എന്നെ തന്നെ കണ്ടപ്പോൾ വേറെ ഏതോ ഒരു ബംഗാളി ലുക്കൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വല്ലാത്ത ലുക്കായിരുന്നു. പക്ഷേ എന്നാലും ഒരു വട്ടമല്ലേ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ ആ ഡ്രസ്സൊക്കെ. അങ്ങനെ ഞാൻ പിങ്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരു നാണമില്ലാതെ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആളും നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു ഫോട്ടോ അപ്പം തന്നെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കുകയും ചെയ്തു. എനിക്ക് ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ അതിനകത്തൂടെ നടക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാൻ ചുമ്മാ കയ്യിൽ ഒരു കാര്യമില്ല, അത് ഈ പ്ലക്കാർഡൊക്കെ പിടിച്ച് നടക്കും പോലെ അതും വെച്ച് നടക്കുമായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഫോട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ കൂടുതലും ഫ്ലവേഴ്സൊക്കെയാണ് അവിടെ ഷോ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചുകൂടെ ട്രീസൊക്കെയാണ്. നമ്മളൊരു കാടിനകത്തൊക്കെ പോയാൽ എങ്ങനെയുണ്ടാവും, നമ്മളൊരു ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിലൊക്കെ പോയാൽ അതുപോലെയായിരുന്നു കേട്ടോ. ഇതിനകത്തോട്ട് പോയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വൈബായിരുന്നു കേട്ടോ. ഒരു കാട് വൈബ്, ഒരു ഫോറസ്റ്റ് വൈബ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അതിനകത്ത് പോയപ്പോൾ. എല്ലാം വലിയ വലിയ മരങ്ങൾ, നമുക്ക് നോക്കിയാൽ പോലും കാണില്ല, അത്രയും വലിയ മരങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു മങ്കിയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറേ നേരം അത് നോക്കി നിന്ന് അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ നമുക്ക് പേടിയായിരുന്നു, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെള്ളമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് നമ്മളങ്ങനെ പോയപ്പോൾ നമ്മൾ കണ്ടൊരു സംഭവമായിരുന്നു കേട്ടോ. ഇത് വേൾഡ് മാപ്പിൻ്റെ രൂപത്തിൽ അവർ ട്രീസല്ല, കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വേൾഡ് മാപ്പിൻ്റെ ഒരു ഇതിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഇന്ത്യക്ക് ഒരു റെഡ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഏതാ രാജ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പകുതി മുക്കാൽ കിളിയെല്ലാം പോയി. പിന്നെ ഈ കാണിക്കുന്ന വെറും ഷോ ഓഫാണ്. കാരണം അത്ര നേരം നടന്ന് എല്ലാവരും
കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മടുപ്പായിരുന്നു. പക്ഷെ നമ്മൾ പോയി ആ ഒരു പോകുന്ന സമയത്ത് അവിടെ ഒരു കുറേ റോസും കാര്യങ്ങളും കുറേ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഫ്ലവേഴ്സൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുത്തെ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ലോക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വാങ്ങാൻ മാത്രമായിട്ടുള്ളതൊന്നും ഉണ്ടല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മളെ കണ്ടത് അവർ ഭയങ്കരമായിട്ട് വിലയും പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് അതെല്ലാം കണ്ട് വന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കാണിക്കാൻ മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ സ്വെറ്റേഴ്സും പിന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ അവർ ഫയറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് പോവാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇതൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.